മനോജ് കെ ജയൻ്റെയും ഉർവശിയുടെയും മകൾ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നു എന്ന വാർത്ത കേൾക്കുന്നുണ്ട്. ഉർവശിയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് സിനിമയിലേക്ക് എത്തണമെന്നുള്ളതാണ് മനോജ് കെ ജയനും പറഞ്ഞിരിക്കുന്നത്. തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടികളിൽ ഒരാളാണ് ഉർവശി. മനോജ് കെ ജയനും അതിഗംഭീരമായ നടനാണ്. എന്തൊക്കെയാണ് കൂടുതൽ അതിൻ്റെ വാർത്ത? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈകാരികമായി എല്ലാവർക്കും തോന്നുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കാരണം മനോജ് കെ ജയൻ മകളുമായി സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റിനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളി കുറച്ച് വൈകാരികമായി അത് സംഭാഷണം നടത്തി എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത് മനോജ് കെ ജയൻ പറഞ്ഞത്, എൻ്റെ മകൾ സിനിമയിലേക്ക് വരികയാണ്, സിനിമയുടെ പേരൊക്കെ പറഞ്ഞു. കുഞ്ഞാറ്റ എന്നാണ് അവർ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയെയും കൂടി ഇരുത്തിക്കൊണ്ടാണ്. അപ്പോൾ മനോജ് കെ ജയൻ പറഞ്ഞു അവളോട് ആദ്യം പറഞ്ഞത്, ചെന്നൈയിൽ പോയി നീ അമ്മയെ കാണണം, അമ്മയുടെ അനുഗ്രഹം വാങ്ങണം, തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ച നടിയാണ് ഉർവശി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞു. അപ്പോൾ മോൾ ആശ്വസിപ്പിക്കുന്നു, ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ വൈകാരികമായൊരു ദൃശ്യത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പൊതുവേ നമുക്കറിയാലോ, ഈ താരദമ്പതികളുടെയൊക്കെ വിവാഹങ്ങളും അവരുടെ ജീവിതമൊക്കെ പൊതുവേ കേരളീയ സമൂഹത്തിന് കാണാനും അതൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വിഭാഗമാണ്, ഗോസിപ്പുകളടക്കം. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഉർവശിയുടെ കേസിൽ ഇവരാദ്യം പ്രണയിച്ച് വിവാഹം കഴിക്കുകയും കുറേയേറെ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പ്രണയിച്ച് വിവാഹം കഴിച്ചു. പക്ഷേ എന്തുകൊണ്ട് ആ ബന്ധം അധികം നീണ്ടു നിന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ച ശേഷം പിന്നീട് വളരെ വിഷമം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവർക്ക് വേർപിരിയേണ്ടി വന്നു. ഉർവശി ആ കാലഘട്ടത്തിൽ മദ്യപിച്ച് വരുന്ന ഒരു വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു. മനോജ് കെ ജയനും ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ പ്രത്യാരോപണങ്ങളൊന്നും വലുതായിട്ട് നടത്തിയില്ല. കോടതി വന്നപ്പം ഉർവശി ഒരു ദിവസം കുറച്ച് മദ്യപിച്ച് വന്ന് സംസാരിച്ചു വന്നതൊഴിച്ചാൽ പിന്നീട് അതങ്ങ് കഴിഞ്ഞു. പക്ഷേ എല്ലാവരും, ഉർവശിയുടെ കുടുംബം മുഴുവൻ മനോജ് കെ ജയനൊപ്പമായിരുന്നു. അതോടൊപ്പം ആ കുഞ്ഞാറ്റയും മനോജ് കെ ജയൻ്റെ ഒപ്പമാണ് വളർന്നത്. അപ്പോൾ മനോജ് കെ ജയൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെയും കയ്യിലെടുത്ത് ഡ്രൈവ് ചെയ്ത് പോകും, ഒരു കയ്യിൽ കുഞ്ഞ് ഒരു കയ്യിൽ സ്റ്റിയറിങ്ങുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. കാരണം മനോജ് കെ ജയനെ കണ്ടില്ലെങ്കിൽ കുഞ്ഞ് കരയും, അതുകൊണ്ട് വീട്ടിൽ നിർത്തി പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് വളർത്തിയത്. പിന്നീട് മനോജ് കെ ജയൻ മറ്റൊരു വിവാഹം കഴിക്കുക, ആശ എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കുക, അതിലൊരു കുട്ടി ജനിക്കുക, ഒരു ആൺകുട്ടി ജനിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് ഈ കുഞ്ഞും പിന്നീട് ഉർവശിയും മറ്റൊരു വിവാഹം കഴിച്ചു. ഉർവശി ഒരു അഞ്ചൽ സ്വദേശിയായ ഒരു യുവാവുമായി ഉർവശിയുടെ വിവാഹം കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്തു. ഉർവശിയായിരുന്നു അത് നായികയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് ഇവർ തമ്മിലുള്ള ആ ഒരു വിരോധമൊക്കെ കുറഞ്ഞ ഒരു സൗഹൃദത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് മനോജ് കെ ജയൻ്റെ മകൾ ഉർവശിയുടെ വീട്ടിൽ വരുന്നു. അതോടൊപ്പം ഉർവശിക്ക് ഒരു മകനുണ്ട്. അപ്പോൾ അതൊരു ബ്രദറാണ്. ഉർവശിയുടെ മകനും ബ്രദറുണ്ട്. അതായത് ഈ കുഞ്ഞാറ്റയ്ക്ക് ഉർവശിയുടെ മകൻ ബ്രദറാണ്. അതോടൊപ്പം തന്നെ മനോജ് കെ ജയന് ആശയിലൊരു കുട്ടിയുണ്ട്, അതും ഒരു ബ്രദറാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് രസകരമായി പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയോ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കി ഒരു സ്വകാര്യ സ്ഥാപനത്തിലൊക്കെ ജോലിക്ക് കയറി. അപ്പോൾ മനോജ് കെ ജയൻ വിചാരിച്ചത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഇനി നല്ലൊരു വിവാഹമൊക്കെ കഴിപ്പിച്ച് വിടാമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഈ കുഞ്ഞ് വന്ന് ആശയോട് പറഞ്ഞത്, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആശ പറഞ്ഞു അത് അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു. അപ്പോൾ മനോജ് കെ ജയനോട് വന്ന് കാര്യം സൂചിപ്പിച്ചു. അപ്പോഴാണ് പറഞ്ഞത് അമ്മയുടെ അനുഗ്രഹം വാങ്ങണം, അമ്മ തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ചൊരു നടിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു വികാരധീനനായി സംസാരിച്ചത്. അതോടൊപ്പം തന്നെ മനോജ് കെ ജയൻ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു മാർക്കറ്റ് ചെയ്യാത്തൊരു നടനാണ്, ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല, ആരെങ്കിലും അഭിനയിക്കാൻ വിളിച്ചാൽ പോകുമെന്ന് ഒഴിച്ചാൽ. അതോടൊപ്പം അദ്ദേഹം നല്ലൊരു മികച്ച ഗായകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ നമുക്കറിയാമല്ലോ, വളരെ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അദ്ദേഹവും നന്നായി പാടും. അദ്ദേഹം ജീവിതക്രമം തന്നെ മാറ്റി. അതായത് 2004 ശേഷം പുകവലി, മദ്യപാനം അങ്ങനെയുള്ള യാതൊരു ദുശീലങ്ങളുമില്ല. എത്ര ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും രാത്രി 8 മണിക്ക് തന്നെ വീട്ടിൽ വരും, കഞ്ഞിയാണ് രാത്രി കഴിക്കുന്നത്. അങ്ങനെ ഒരു ആർക്കും മാതൃകയാക്കാവുന്നൊരു ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു. ആദ്യ കുടുംബജീവിതം പരാജയപ്പെട്ടെങ്കിലും സമൂഹത്തിന് മുന്നിൽ ആദ്യ ഭാര്യയെക്കുറിച്ച് മോശമായി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ കുടുംബജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുവന്നു. സത്യത്തിൽ പുതിയ നടന്മാർക്കും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ രാസലഹരിയിലൊക്കെ പെട്ട നടന്മാർക്ക് കണ്ടുപഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് അദ്ദേഹം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് നടന്മാരുടെയും നടിമാരുടെയും മക്കൾ സിനിമയിലേക്ക് വരുന്നുണ്ട്. സലീം കുമാറിന്റെ മകൻ വരെ എത്തി. അങ്ങനെ പപ്പുവിന്റെ മകൻ മികച്ച നടനാണ്, തുടരും എന്ന സിനിമയിലേക്ക് കണ്ടതാണ്. അതുപോലെ ഈ പറയുന്ന പെൺമക്കൾ അതുപോലത്തെ
പ്രിയദർശന്റെ ലിസിയുടെയും മകൾ സിനിമയിലേക്ക് വന്നു. സുരേഷ് കുമാറിന്റെ മകൾ വന്നു. അതെ. അപ്പൊ ഇപ്പൊ വലിയ തോതിൽ സിനിമ നടന്മാരുടെ മക്കൾ സിനിമയിലേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം സക്സസ്ഫുള്ളും ആവുന്നുണ്ട്. അതായത് സിനിമ കൃത്യമായി നോക്കി അവലോകനം ചെയ്ത് നല്ല കഥയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നല്ല വേഷങ്ങൾ ചെയ്യുന്ന ആ വേഷങ്ങളെല്ലാം തന്നെ മികച്ചതാക്കി ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പുതിയ പുതിയ ചിത്രങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം തോന്നുകയും ചെയ്യും. അപ്പോൾ വരനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ വളരെയധികം ചിരിച്ചും സന്തോഷിക്കാനും വകയുള്ള ഒരു സിനിമയായിരുന്നു. അതുപോലെ രണ്ട് കാര്യങ്ങൾ, ഈ മക്കൾ വരുന്നത് പോലെ തന്നെ മുൻപ് അഭിനയിച്ചവർ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. ശോഭന വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. പല നടിമാരും തിരിച്ചു വരുന്നു. നവ്യ നായർ അടക്കം പുതിയ സിനിമകൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഒപ്പം പഴയ തലമുറ വീണ്ടും അഭിനയിക്കാൻ എത്തുന്നു എന്നുള്ളതും കൂടെ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന കാര്യമാണ്. പുതിയ കുട്ടികൾ സിനിമയിലേക്ക് വരുമ്പോൾ അതായത് സ്വീകാര്യത ലഭിക്കുന്നുണ്ടല്ലോ, പക്ഷേ അതിനൊത്ത നല്ല സിനിമകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഒരു സംശയം. കാരണം ഈ കഴിഞ്ഞ മാസം എത്ര സിനിമകളാണ് മലയാളത്തിൽ ഇറങ്ങിയത്? ഒരുപാട് സിനിമകൾ ഇറങ്ങി, അതൊന്നും തന്നെ വിജയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എത്രയധികം നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. കാരണം ഒരുപാട് സിനിമകൾ ഇറങ്ങുകയാണ്. ഒരു ആഴ്ചയിൽ തന്നെ ഏകദേശം 7-8 സിനിമകൾ ഇറങ്ങിയാണ്. അതിൻ്റെ പോസ്റ്റർ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയത്. വളരെ തുച്ഛമായ സിനിമകൾ മാത്രമാണ് പ്രേക്ഷക ശ്രദ്ധ പോലും നേടുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഇപ്പോൾ റീ റിലീസുകളുടെ കാലവും കൂടെയാണ്. ഈ പഴയ സിനിമകൾ വിജയിക്കുന്നുമില്ല, വല്ല പുതിയ സിനിമകൾ വിജയിക്കുന്നുമില്ല എന്നും തിയേറ്ററിൽ 30ഓളം സിനിമകളാണ് ഈ മാസം മാത്രം, ഈ പറഞ്ഞ മെയിൽ മാത്രം റിലീസ് ചെയ്ത്. പക്ഷേ ഈ പറയുന്ന പഴയ സിനിമകൾ റീ റിലീസ് വന്ന് വലിയ ഹിറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമയാണ് ഇപ്പൊ റീ റിലീസ് ചെയ്തിട്ട് തിയേറ്ററുകളിൽ വലിയ പ്രകമ്പനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ അതിൻ്റെ അകത്ത് ഡാൻസ് കളിക്കുന്ന ചിത്രങ്ങളെല്ലാം വെളിയിൽ വന്നിരുന്നു. അപ്പോൾ ഈ പറയുന്ന പഴയ ചിത്രങ്ങൾക്ക് ഇപ്പൊ സ്ഫടികമൊക്കെ റീ റിലീസ് ചെയ്തു, പിന്നെ ദേവദൂതൻ അതുപോലുള്ള സിനിമകളെല്ലാം റീ റിലീസ് ചെയ്തപ്പോഴത്തേക്കും വലിയ സ്വീകാര്യത ഉണ്ടായി എന്നുള്ളതാണ് ആ സിനിമകൾക്ക് ലഭിച്ച ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പുതിയ സിനിമകൾ എന്തുകൊണ്ടാവാം ഇങ്ങനെ ആയി പോകുന്നത്? അതിന് കഥാമൂല്യമില്ലാത്തത് കൊണ്ടാണോ, അതോ പരിചയസമ്പന്നരായിട്ടുള്ള സംവിധായകരും നടന്മാരും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് വലിയ ആശങ്കയുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ കണ്ടന്റ് ആണ് പ്രധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. പല സിനിമകളും ഈ പറഞ്ഞതുപോലെ കാട്ടിക്കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് തന്നെയാണ് ഒരു പക്ഷേ ഈ പടത്തിൻ്റെയൊക്കെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആളുകൾ പഴയതുപോലെ ഇരച്ചു കയറി സിനിമ കാണുന്ന രീതി നിർത്തി. ഒരു സിനിമയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ സിനിമയ്ക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ തുടരും എന്ന സിനിമ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അത് 500 കോടിയോളം രൂപ കളക്ട് ചെയ്തു. അതേസമയം ഒരുപാട് നമ്മൾ എന്തൊക്കെ കരഘോഷങ്ങളോടെയോ അല്ലെങ്കിൽ എന്തെല്ലാം ഗിമിക്കുകൾ കാണിച്ചാലും ഒരു പടവും വിജയിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എമ്പുരാൻ. കാരണം അവരെന്തെല്ലാം മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കളക്ഷനെക്കുറിച്ചോ അല്ലെങ്കിൽ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയതിനെക്കുറിച്ചോ ഒന്നും ആരുടെയും അഭിപ്രായങ്ങളില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ടൻറ്റാണ് പ്രധാനം. നല്ല കണ്ടൻറ്റാണ്, നല്ല നടീനടന്മാർ പോലും വേണമെന്നില്ല. സിനിമ നല്ല നിലയിൽ പോകുമെന്നുള്ളത് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമ, അത് നടീനടന്മാരാരും തന്നെ ഇല്ല, പക്ഷേ ആ പടം വിജയിച്ചു. അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാന, അതിലും വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഉള്ളതല്ല. അങ്ങനെയൊക്കെ കുറേ സിനിമകളെടുത്ത് പരിശോധിച്ചാൽ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ മാത്രമേ ഓടുകയുള്ളൂ. അല്ലാതെ വെറുതെ ബ്ലാക്ക് മണി വെളുപ്പിക്കാനൊക്കെ ഇറങ്ങുന്നവരും ഉണ്ട്. പക്ഷേ മലയാള സിനിമ ഇത്രയധികം ഇറങ്ങുന്നതും അതിൻ്റെ പരാജയവുമൊക്കെ എന്തായാലും ഇൻഡസ്ട്രിയിലാകെ ചർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.